ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല എന്താ പറയുക സന്തോഷകരമായി ഇരിക്കട്ടെ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവരുടെയും ലൈഫ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് തന്നെ എന്താണ്, മുഖം വെളുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ പറയാം. മുഖം വെളുക്കാനും ചുളിവുകൾ വീണ് എന്താണ് ചുളിവുകളൊക്കെ വീണ് തുടങ്ങിയ മുഖം ടൈറ്റാക്കാനും ഒക്കെ ഈ എൻ്റെ ഈ പ്രൊഡക്റ്റ്, ഈ സോപ്പും ഈ ഫേസ് പാക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് വേറെ ഏത് പ്രൊഡക്റ്റിൻ്റെ പുറകിലും പോകേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മുഖം വെളുക്കാമെന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക്ക് തന്നെ ആദ്യമായിട്ട് ഞാൻ പറയാം. അത് ഒരുപാട് പേര് ഡൈ ഉപയോഗിച്ചിട്ട്, കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് നല്ല വെളുത്ത് ഒരു മാർക്കും ഇല്ലാത്ത ഫേസുകളാണ്. അതിൽ കൂടുതലും സ്ത്രീകളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരുപാട് വിഷമമാണ്. അപ്പോൾ അത് മാർക്ക് പോകാനായിട്ടുള്ള ഒരു സോപ്പാണ് എൻ്റെ അടുത്ത്. അലോവേറ സോപ്പ് എല്ലാത്തിനും ഉള്ളതാണ് അലോവേറ സോപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന എൻ്റെ ഈ പ്രൊഡക്റ്റ് സോപ്പ് സാധാരണ ഒരു അലോവേറ സോപ്പല്ല. അതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓരോന്നും ഞാൻ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സോപ്പിനെ കുറിച്ച് തന്നെയാണ്. എന്നാലും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നത്, ഡൈ ചെയ്തിട്ട് അതിൻ്റെ ഈ മാർക്കുകൾ, നെറ്റിയുടെ ഇവിടെയൊക്കെ കറയൊക്കെ ഇറങ്ങുമല്ലോ, അങ്ങനെയുള്ളവർക്ക്, പിന്നെ കരിമംഗല്യം ഉള്ളവർക്ക്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് പ്രത്യേകമായിട്ടുള്ള വീഡിയോ ആണ്. ഡൈ മാർക്ക്, അതായത് ഡൈ ചെയ്തിട്ട് സ്കിന്നിലൊക്കെ ഇങ്ങനെ മാർക്ക് വരില്ലേ, അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോയിൽ ഈ സോപ്പ് അലോവേറ നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഒത്തിരി പേര് യൂട്യൂബിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സോപ്പാണ് ഇത്. സാധാരണ ഒരു സോപ്പല്ല. ഇത് തേച്ച് കഴിഞ്ഞാൽ ഈ മാർക്കൊക്കെ പോകും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കണ്ടു. അത് ഓരോരുത്തരുടെ സ്കിന്ന് പോലെ ഉണ്ടാവും. ഈ മാർക്കുകളൊക്കെ പോയി. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ മുഖത്തൊന്നും മാർക്കുകളെ ഉണ്ടായിട്ടുമില്ല, ഇതുവരെ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല ഇത് ഉപയോഗിച്ച കാരണം കേട്ടോ. ഈ സോപ്പൊക്കെ ഉപയോഗിച്ച കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ പറയുന്നില്ലേ, ഈ മാർക്ക് പോകാൻ മാത്രമല്ല, നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന ചുളിവുകളും ഉണ്ടായ ചുളിവുകളും ഒക്കെ ടൈറ്റും ഒക്കെ മാറ്റും കേട്ടോ ഈ അലോവേറ സോപ്പിന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുന്നത് ഞാൻ ഈ ഡൈയുടെ മാർക്കിന് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇത് ഒന്നും കൂടി പറയാം, തലമുടി വെളുക്കാതിരിക്കാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സോപ്പ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. നിങ്ങൾക്ക് ആ മാർക്കൊക്കെ പോയി, അലർജി ഉള്ളവർക്ക് അലർജിയൊക്കെ മാറും. എന്തിൻ്റെയാണ് ഈ അലർജി എന്നുള്ളത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈഡ് തന്നെ ആവുള്ളൂ. അപ്പോൾ ഏത് അലർജിയും ഇത് മാറും കേട്ടോ. അപ്പോൾ ഇത് മാർക്കൊക്കെ പോയി റെഗുലറായിട്ട് ആദ്യ യൂസിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് മുഖത്ത് മാത്രമല്ല, ബോഡിയിലും തലയിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ സോപ്പ് കേട്ടോ. അപ്പോൾ എടുത്ത് പറയുന്നതാണ്, മുഖം നിങ്ങൾക്ക് നല്ല നീറ്റായിട്ടുണ്ടാവും. ഒരു മാർക്കോ പാടുകളോ ഒന്നും ഉണ്ടായില്ല. കാക്കപ്പുള്ളിയൊന്നും പോവില്ല കേട്ടോ. അല്ലാതെയുള്ള അലർജി മാർക്കുകളെല്ലാം ധൈര്യമായിട്ട് നിങ്ങൾക്കിത് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ എന്താണ്, ഞാൻ ഒന്നും കൂടി പറയാം. ഇത് കോക്കനട്ട് ഓയിൽ, പ്യുവർ അലോവേറ പൾപ്പ്. ഞങ്ങൾ വീട്ടിൽ നിന്നുള്ള പൾപ്പിനെ തന്നെ പിന്നെയും അത് നല്ലൊരു പൾപ്പാക്കിയിട്ടുള്ള ഇതാണ്. അപ്പോൾ സാധാരണ നിങ്ങളൊക്കെ ഇങ്ങനെ പൾപ്പ്, ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ വീട്ടിലുണ്ട് കറ്റാർ വാഴ, അത് തേച്ചിട്ടൊന്നും പോണില്ല പറഞ്ഞു. അങ്ങനെയൊന്നും പോകാറില്ല. ഇതിപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആ വെളുത്തിരിക്കുന്ന ഫെയറിൽ തേക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആകും, അത്രയേ ഉള്ളൂ. അല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, ഈ വെളുത്തവരെയാണ് കൂടുതലും കാണിക്കുന്നത്. ഈ എരിനിറക്കാർക്കൊന്നും അങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ ഇരുനിറക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെളുത്തവരെ കാണിക്കുമ്പോൾ ഒന്നും കൂടി ബ്രൈറ്റ് ആകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ച് നോക്കുക. നല്ല യൂസ്ഫുള്ളായിരിക്കും. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് യൂസ് ആകും കേട്ടോ. ജനിച്ച കുട്ടികൾക്ക് വരെ ഈ സോപ്പ് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വെളുത്ത് നല്ല ബ്രൈറ്റായിട്ടൊക്കെ വരും. കുറേ യൂസ് ചെയ്ത് വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. അതുപോലെ തന്നെ ഞാൻ പറയാം, ഈ വീഡിയോയിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ അവരെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട്
നിങ്ങൾ റിസൾട്ട് ഒന്ന് പറയുക. യൂട്യൂബിൽ തന്നെ കമൻ്റ് ഇടുക കേട്ടോ ഓരോരുത്തരും. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഓരോരോ വീഡിയോകൾ ഇത് തന്നെ ഇടുന്നത്. യൂട്യൂബും അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ സംശയം ചോദിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫേസ് പാക്കും വാങ്ങുക കേട്ടോ. അപ്പോൾ നിറമില്ലാത്തവർക്കും ഇതും വന്നിട്ട് ഈ ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ. പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇടുമ്പോഴാണ് നല്ലൊരു മണമാണ്, നമുക്ക് തിന്നാനൊക്കെ തോന്നും, ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്ന പോലെ. ഇത് ഓറഞ്ച് പപ്പായയുടെയൊക്കെ, ഓറഞ്ചാണ് മെയിന്, പിന്നെ പപ്പായ സീഡ്സ്, പിന്നെ മുൾട്ടാണിമിട്ടിയൊക്കെ തീരെ കുറവാണ്. ഒറിജിനൽ സാൻഡിലാണ്, കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെയൊക്കെ കിട്ടാനായിട്ട് വിപണികളിലൊക്കെ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ വാങ്ങി തേച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കലർപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത ഒറിജിനൽ സാധനങ്ങളാണ്. ഇത് ഒരുപാട് പേര് പരീക്ഷിച്ചിട്ടും ഞാൻ സക്സസ് ആയതും ഒക്കെയാണ് കേട്ടോ. ഈ സോപ്പിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങുക, മനസ്സിലായില്ലേ? ഇത് രണ്ടും നല്ല യൂസ്ഫുള്ളായിരിക്കും. ഈ സോപ്പ് തേച്ചിട്ട് നിങ്ങൾ മുഖമൊക്കെ കഴുകി കളഞ്ഞിട്ട് പിന്നെ ആവി പിടിക്കുക. ആദ്യം ഒന്ന് ആവി പിടിച്ച് ഈ സോപ്പിട്ട മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഒപ്പിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ. റോസ് വാട്ടർ ഞാൻ പറയുന്നുണ്ട്, ഒരു പാർട്ടി ഇതുപോലെ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അലർജി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് അറിയില്ല, ആയുർവേദ കടയിൽ അവർ വേറെ കർപ്പൂരമൊക്കെ ചേർക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കോസ്മെറ്റിക് സെൻറ്ററിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ വാങ്ങിക്കുക കേട്ടോ. നല്ല ബ്രാൻഡിൻ്റെയൊക്കെ ഉണ്ടായില്ലേ, അതില്ലാത്തവർ സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിക്കും. റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറയുന്നത് അലർജി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവർക്ക് ഇനി കുരുക്കളൊക്കെ വരും എന്തെങ്കിലും ചെയ്താൽ, ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക, നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും. നിങ്ങൾക്ക് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും മറ്റേത് ഉരച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതെടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യുക. നിങ്ങൾ മുഖത്തും കഴുത്തിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുട്ടിൻ്റെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഡാർക്ക് മാർക്കൊക്കെ പോകും. അതുപോലെ പാദത്തിൽ, ബോഡി ഫുള്ള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഫേസിൽ മാത്രമല്ല. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. ഈ സോപ്പും ഈ ഫേസ് പാക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒറിജിനൽ സാധനമാണ് കേട്ടോ. ഇതൊന്നും തട്ടിപ്പൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ ഒരുപാട് വില കൊടുത്ത് പല സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, സ്കിന്നിൻ്റെ അതേ കളറും ഒക്കെ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ ഇതിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇത് മുകളിലോട്ട് വേണം എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സോപ്പൊന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അപ്പം തന്നെ ഇതെല്ലാം ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, ഇത് ചിലപ്പോൾ കുറച്ച് ഇതിൽ ഓയിലി ഒന്നും ചേർക്കുന്നില്ല, എന്നാലും ഓറഞ്ചിൻ്റെ ഇതൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല മോയ്സ്ചറൈസിങ് പോലെ ഉണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾ ഫേസ് പാക്ക് നിങ്ങൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ തലേദിവസം രാത്രി എന്തെങ്കിലും ഇടുക കേട്ടോ. അല്ല അപ്പം തന്നെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഓയിലി സ്കിന്ന് ആർക്കാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ ഈ ഫേസ് പാക്ക് ഇട്ടപാടെ കുറേ പുട്ടിയും മോയ്സ്ചറൈസറും എല്ലാം കൂടി ആകുമ്പോൾ എല്ലാം കൂടി ഓയിലി, അതുപോലെ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് എല്ലാം കൂടി ചിലപ്പോൾ കുരുക്കൾ പൊങ്ങിയിട്ട് നിങ്ങൾ വിചാരിക്കും ഈ ഫേസ് പാക്കിൻ്റെ ആണെന്ന്. അതൊന്നും അല്ല കേട്ടോ, ഇതും കുറച്ച് മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നനുസരിച്ച് വേണോ വേണ്ടയോ നോക്കിയിട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസർ പിന്നെ മറ്റേ ഫൗണ്ടേഷനൊക്കെ ആഡ് ചെയ്യുക. ചിലപ്പോൾ ഫൗണ്ടേഷൻ തന്നെ മോയ്സ്ചറൈസർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ തലേ ദിവസമൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഇടുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഇത്. അപ്പം തന്നെ പോയിട്ട് ഈ ഫങ്ഷനൊക്കെ പോണതിന് കുറച്ച് മുമ്പ് തന്നെ എല്ലാം കൂടി ഹറിബറിയായിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ സോപ്പ് നിങ്ങൾ തേക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ സോപ്പ് തേച്ച് അല്ല കേട്ടോ, കുറച്ച് സമയം എടുക്കുക. അത്രയൊന്നും സമയം വേണ്ട. നിങ്ങൾ സോപ്പ് തേച്ച് നല്ലവണ്ണം പതപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കണ്ണടച്ച് വയ്ക്കുക. നല്ലവണ്ണം ഇങ്ങനെ തേച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തേച്ച് കുറച്ച് ചൊറിഞ്ഞ്, പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് മാർക്കുള്ളവർക്കോ അല്ലാത്തവർക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ കുറേ നേരം കുറച്ച് സമയം എടുക്കുക. പിന്നെ നല്ലോണം തേച്ച് ഇതിന് മസാജിങ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ സാധാരണ ഉള്ളൊരു സോപ്പ് തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് കഴുകുക, അങ്ങനെയല്ല കേട്ടോ. രണ്ട് കയ്യിലും ഇങ്ങനെ കണ്ണടച്ചിട്ട് നല്ലോണം പതപ്പിച്ച് എല്ലാ സ്ഥലത്തും മുകളിലോട്ട് തന്നെ തേച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് കഴുകിക്കളയുക. നല്ല ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ എല്ലാ ദിവസവും പറ്റിയ ഒന്ന് 2-3 മിനിറ്റ് ആവി പിടിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സെൽസൊക്കെ പോയിട്ട് പുതിയ സെൽസ് വരും.
ഈ ഡാർക്ക് മാർക്ക്, ഈ എന്താണ് ഡൈയുടെ അലർജിയൊക്കെ നെറ്റിയിലൊക്കെ വന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ സോപ്പ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും നല്ലൊരു കോംബോ പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെയും അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വാട്സപ്പ് മെസ്സേജിലൂടെയും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ടാവും, നല്ല കളറൊക്കെ വരും കേട്ടോ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുക. അങ്ങനെയൊന്നും വരില്ല, അങ്ങനെയുള്ളവർ അടുപ്പിച്ചൊന്നും ഇടേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇട്ടാൽ മതി. അങ്ങനെയാണ്. ഇത് ഡെയിലി ഇട്ടാലും കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇടുന്നതിൻ്റെയും ആ ഒരു രീതിയൊക്കെയാണ് ചിലപ്പോൾ ആർക്കെങ്കിലും ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് നോക്കുക. വീഡിയോ ലെങ്ത് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് ഇന്നത്തെ മാത്രം ഒരു വീഡിയോ ആണ്. ഡാർക്ക് മാർക്ക് ഈ ഡൈ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ തമ്പനയിലും കൊടുക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ എന്തായാലും നിങ്ങൾ വലിയ വലിയ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക. ഓക്കെ, ബൈ, ടാറ്റ.